വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന നമുക്ക് ക്രിസ്മസ് ഓർണമെൻറ്റ്സ് കണ്ടാലോ. ഇതുപോലെ 5 പീസ് വീതം നമുക്ക് വേണം കേട്ടോ. 5 പീസ് വീതം നമ്മളിത് കട്ട് ചെയ്തെടുക്കുക. റൗണ്ട് ഷേപ്പിൽ നമ്മളുടെ എത്രമാത്രം നമുക്ക് വലിപ്പം ആവശ്യമാണ് അതനുസരിച്ച് നമ്മൾ നോക്കി കട്ട് ചെയ്താൽ മതിയാവും കേട്ടോ. ഞാനൊരു ബോട്ടിലിൻ്റെ അടപ്പ് വെച്ച് കട്ട് ചെയ്തതാണ്. അതിനുശേഷം സെൻറ്റർ ഇങ്ങനെ ഫോൾഡ് ചെയ്യുക, അതിലേക്ക് കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്യുക, ഒന്ന് ജസ്റ്റ് 2 സെക്കൻഡ് അങ്ങനെ ഫോൾഡ് ചെയ്ത് പിടിക്കുക. അത് ഏതെങ്കിലും ഒന്ന്, രണ്ടും എല്ലാം അങ്ങനെ ചെയ്യേണ്ട. നമ്മൾ ഏത് കളർ, 2 കളർ എടുക്കാറില്ലേ, അപ്പോൾ അതിൽ ഒരു കളറാണ് നമ്മൾ അങ്ങനെ ചെയ്തെടുക്കേണ്ടത്. ഇപ്പം ഞാൻ റെഡ് 5 എടുത്തത് 5 ഇതുപോലെ മടക്കി ഗ്ലൂ അപ്ലൈ ചെയ്ത് എടുക്കുകയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊന്ന് ഫോൾഡായി ഇരിക്കണം, അതിന് വേണ്ടിയിട്ട് മാത്രമാണ്. ഇതുപോലെ കറക്റ്റായിട്ട് ആ സെൻറ്റർ പോർഷൻ നോക്കി ഒന്ന് ഫോൾഡ് ചെയ്യുക. ജസ്റ്റ് ആ സെൻറ്ററിൽ മാത്രം ഒന്ന് ഗ്ലൂ അപ്ലൈ ചെയ്യുക, ഒന്ന് ജസ്റ്റ് ഫോൾഡ് ചെയ്യുക. വളരെ സിമ്പിളാണ് കേട്ടോ. അങ്ങനെ 5 ചെയ്ത് കഴിയണം. ഇത് അവസാനത്തും കൂടി ചെയ്യണം. മൊത്തം 10 പീസാണ് നമുക്ക് ആവശ്യം. 10 പീസ് ആവശ്യമാണ്. അത് 2 കളറായിരിക്കുമ്പോൾ അത്രയും ഭംഗിയാണ്. ഡബിൾ കളർ ആകുമ്പോഴാണ് അതിൻ്റെ ശരിക്കൊരു ഭംഗി നമുക്കറിയാൻ പറ്റുന്നത്. അതിനുശേഷം ഗ്രീൻ എടുത്തു. ഗ്രീൻ എടുത്തതിന് ശേഷം ഇതുപോലെ 2 സൈഡ്, ആ സെൻറ്ററിൽ നമ്മൾ അപ്ലൈ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, 2 സൈഡ് ഗ്ലൂ അപ്ലൈ ചെയ്യുക. മറ്റേ പോർഷൻ തിരിച്ചത് ഇതുപോലെ ഒരു വി ഷേപ്പിൽ കണ്ടോ. ഇനി ഇതുപോലെ എല്ലാം നമ്മളിതുപോലെ പേസ്റ്റ് ചെയ്തെടുക്കുക. ഗ്രീൻ എടുക്കുക, നമ്മൾ എടുത്തിരിക്കുന്ന മറ്റേ കളറും ഇതുപോലെ ജസ്റ്റ് സെൻറ്റർ ഒന്ന് ഫോൾഡ് ചെയ്യുക. ജസ്റ്റ് 2 സൈഡും ഒരു സെൻറ്റർ പോർഷൻ വരെ കുറച്ച് ഗ്ലൂ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം തിരിച്ച് നമ്മൾ റെഡ് ഒന്ന് ജസ്റ്റ് കണക്ട് ചെയ്യുക. ഇനി നമ്മളിങ്ങനെ പേസ്റ്റ് ചെയ്ത് നമ്മളിങ്ങനെ കയ്യിൽ വെച്ച ഉടനെ അതിങ്ങനെ പ്രസ്സായിരിക്കില്ല, കാരണം നല്ല ഉരുകിയിരിക്കുന്ന ഗ്ലൂ ആണ്. എന്നാലും ഈ ഫോം ഷീറ്റ് കുറച്ച് തിക്നെസ് ഉണ്ട്. ഈ ഫോം ഷീറ്റ് തിക്നെസ് ഉള്ളത് കൊണ്ട് തന്നെ നമ്മളിങ്ങനെ ഫോൾഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അതങ്ങനെ ഉടനെ ഇരിക്കില്ല. ആ വെയിറ്റ് കൊണ്ട് പെട്ടെന്ന് ഇങ്ങനെ ഇളകി വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഒരു അലിഗേറ്റർ ക്ലിപ്പോ എന്തെങ്കിലും എടുത്തൊന്ന് നമ്മൾ ചെയ്തതിൻ്റെ ഒന്ന് ജസ്റ്റ് പ്രസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ 2 സെക്കൻഡ് കൊണ്ട് നല്ല ഇതായി കിട്ടും. അല്ലെങ്കിൽ നമ്മളതങ്ങനെ 2 സെക്കൻഡ് ഹാൻഡ് കൊണ്ട് പിടിച്ചാലും മതി കേട്ടോ, കുഴപ്പമൊന്നുമില്ല. അതിനുശേഷം ബാലൻസ് എല്ലാം ഇതുപോലെ തന്നെ ചെയ്തെടുക്കുക. നമ്മൾ 5 പീസുണ്ട്, 5 പീസും അതുപോലെ ചെയ്തെടുക്കുക. ഇനി ഇത് കുറച്ച് വലിപ്പം കുറഞ്ഞ് അല്ലെങ്കിൽ കുറച്ച് വലിപ്പം നല്ല വലിപ്പത്തിൽ വേണമെങ്കിൽ അതിനനുസരിച്ച് നമ്മുടെ എടുക്കുന്ന സർക്കിളിൻ്റെ എന്താ പറയുക വലിപ്പം കൂട്ടിയെടുക്കുക. അല്ലെങ്കിൽ എന്താ പറയുക നല്ല കുറച്ചുകൂടെ വിസ്താരമുള്ള എന്തെങ്കിലും എടുത്ത് റൗണ്ട് കട്ട് ചെയ്തെടുക്കുക. ഞാൻ ചെറിയൊരു ബോട്ടിൻ്റെ ലിഡ് വെച്ചിട്ടാണ് കട്ട് ചെയ്തെടുത്തത്. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. എത്ര വലിപ്പം എന്നുള്ളത് നിങ്ങൾക്ക് തീരുമാനിക്കാം. ഉണ്ടോ, ജസ്റ്റ് അഥവാ ഇങ്ങനെ ഇളകുന്നുണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഇതുപോലെ സെൻറ്ററിൽ കുറച്ചൊരു ഗ്ലൂ കൊടുത്തിട്ട് ഇങ്ങനെ ഹാൻഡ് കൊണ്ട് പ്രസ് ചെയ്ത് പിടിച്ചാൽ മാത്രം മതി കേട്ടോ. അതിങ്ങനെ പ്രസ്സായി കിട്ടിക്കോളും, നമുക്ക് നന്നായിട്ട് പേസ്റ്റായി കിട്ടിക്കോളും. അതിനുശേഷം ഇതെല്ലാം നമ്മളിപ്പോൾ പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്ത് നമുക്ക് ആ ഒരു ഓർണമെൻറ്റ്സ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് എല്ലാം എടുക്കുക. ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരു ഹാങ്ങിങ് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അത് ഫോം ഷീറ്റിൽ തന്നെ കട്ട് ചെയ്തെടുത്ത് നിങ്ങൾക്ക് ത്രെഡ് ഉണ്ടെങ്കിൽ ത്രെഡ് എടുക്കാം. ഇനി എല്ലാത്തിൻ്റെയും സെൻറ്റർ നമ്മൾ എടുക്കുന്നത് ഒരു സൈഡിൽ റെഡ് ആണെങ്കിൽ ആ സൈഡിൽ തന്നെ അടുത്ത് ഗ്രീൻ വരാൻ വേണ്ടി അടുത്ത് കണക്ട് ചെയ്യുക. ഇപ്പോൾ കണ്ടില്ലേ, ആ സൈഡിൽ എടുത്തിരിക്കുന്ന റെഡാണ്, അപ്പോൾ ഗ്രീൻ കണക്ട് ചെയ്യുക. ഒറ്റ ഇതേ ഉള്ളൂ കേട്ടോ, വേറെ ഒന്നുമില്ല. ഇനി ഇതുപോലെ ഫുള്ളായിട്ട് നമ്മൾ അതിൻ്റെ എഡ്ജ് ഫുള്ളിങ്ങനെ ഗ്ലൂ അപ്ലൈ ചെയ്ത് ആ എഡ്ജിൽ മാത്രം കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇതുപോലെ ഇനി ഇത് എന്താ പറയുക, മൊത്തം 5 നമ്മൾ എടുത്തത്. 5 ഇതുപോലെ കണക്ട് ചെയ്താൽ മാത്രം മതി കേട്ടോ. സെൻറ്ററിൽ കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം ഇത് ചെയ്യുക. ഇത് പല കളറിൽ നമുക്ക് ചെയ്തെടുക്കാം. ഇനി കുറച്ചുകൂടെ വലിപ്പം നല്ല വലിപ്പത്തിൽ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം, അല്ലെങ്കിൽ കുറച്ചുകൂടെ വലിപ്പം കുറച്ച് വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. ശരിക്കും ഭയങ്കര രസമാണ് ഈ കളർ. ഞാൻ പറയാറുണ്ട്, ഗ്ലിറ്റർ ഷീറ്റ്, അതായത് ഈ ഫോം ഷീറ്റിൻ്റെ ഗ്ലിറ്ററിന് ഒരു പ്രത്യേക ഭംഗിയാണ്. അത് നമ്മളിങ്ങനെ എങ്ങനെ ചെയ്താലും അതിനൊരു പ്രത്യേക ഭംഗിയുണ്ടാവും. കാരണം പ്രത്യേകിച്ച് അതിന് തന്നെ ഒരു ഭംഗിയുണ്ടല്ലോ, അതുകൊണ്ടാണ് ഒരു തിളക്കവും കണ്ടില്ലേ. ഇനി എൻ്റെ സെൻറ്ററിലേക്ക് ഞാൻ എന്താ പറയുക, നമുക്ക് എന്ത് വേണം കൊടുക്കാൻ കേട്ടോ. ഞാൻ സെൻറ്ററിലേക്ക് ഒരു ചെറിയ ഗോൾഡൻ ബോൾ കൊടുക്കുന്നു. നിങ്ങളുടെ കയ്യിൽ കുറച്ചുകൂടെ നല്ല വലുതുണ്ടെങ്കിൽ, കുറച്ചുകൂടെ വലുപ്പമുള്ളതുണ്ടെങ്കിൽ കൊടുക്കാം. എന്താ പറയുക, അല്ലെങ്കിൽ 2-3 ഗോൾഡൻ ബീഡ്സ് അവിടെ കൊടുത്താലും മതി. എൻ്റെ കയ്യിൽ ഒന്നേ ഉള്ളായിരുന്നു, അതുകൊണ്ട് ഞാനതങ്ങനെ സെൻറ്ററിൽ നിന്ന് കൊടുത്തു. അതിനുശേഷം ഞാനൊന്ന് ഒരു എന്താ പറയുക, ഒരു 3-4 വൈറ്റ് ബീഡ്സും കൂടെ കൊടുക്കും കേട്ടോ. ഞാൻ ഈ ടാഗ് അത് അറ്റാച്ച് ചെയ്തില്ലായിരുന്നു, അതിൻ്റെ ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നു. ആ രണ്ടിൻ്റെയും ഗ്യാപ്പിലേക്ക് കണക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല പേസ്റ്റ് ആയിരിക്കും. ഫിക്സ് ആയിരുന്നു കേട്ടോ അവിടെ നല്ല.
ഇനി അടുത്ത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഞാൻ സൈഡിലേക്ക് ഒരു 3-4 ബീഡ്സ് കൂടെ കൊടുക്കുന്നുണ്ട്. ഈ ബീഡ്സ് കൊടുക്കണമെന്നില്ല, നിങ്ങൾക്ക് എന്താ പറയുക ഗോൾഡൻ ബീഡ്സ് ഉണ്ടെങ്കിൽ ബീഡ്സ് കൊടുക്കാം, അല്ല നിങ്ങൾക്ക് കൊടുക്കണ്ടെങ്കിൽ അങ്ങനെയൊന്നുമില്ല കേട്ടോ, വേണമെങ്കിൽ കൊടുത്താൽ മതി. ഞാനവിടെ വെറുതെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് എൻ്റെ കയ്യിൽ ബീഡ്സ് ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ ബീഡ്സ് അവിടെ ഫിക്സ് ചെയ്ത് കൊടുത്തു. ഞാൻ അതിനുപയോഗിച്ചിട്ട് നമ്മുടെ B7000 ഗ്ലൂ ആണ് കേട്ടോ, വൈറ്റ് ബീഡ്സ് കൊടുത്തതേ ഉള്ളൂ. ഇനി അതിന് പകരം നമ്മളിവിടെ ഗോൾഡ് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടെ എടുത്ത് നിൽക്കും കേട്ടോ. വൈറ്റിനെക്കാളും ഈ ഗ്രീനിലൊക്കെ എനിക്ക് തോന്നുന്നു ഗോൾഡ് ആകുമ്പോൾ കുറച്ചുകൂടെ ഭംഗിയായിട്ട് തോന്നും. ഉണ്ടോ, അത് ചെയ്തു കഴിഞ്ഞു. വളരെ സിമ്പിളായിട്ട് നമുക്ക് ക്രിസ്മസ് ട്രീയിലൊക്കെ ഇടാൻ പറ്റുന്ന ഒരു ഓർണമെൻറ്റ്സ് ആണ് ഇത്. വലുതും ചെറുതും പല പല കളറിൽ നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ എന്താ പറയുക, നിങ്ങളെല്ലാവരും ചെയ്തെടുക്കണം കേട്ടോ. ഇതൊക്കെ കണ്ടില്ലേ, നല്ല ഭംഗിയാണ്, വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പം നിങ്ങളെല്ലാവരും ചെയ്യണം. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് എല്ലാവർക്കും ബൈ.